ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിത വിജയത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് ഇന്ന് നമ്മൾ അവസാനത്തെ കൽപ്പന 10ാം കൽപ്പനയെക്കുറിച്ചാണ് ധ്യാന വിചിന്തനം നടത്തുക. 10ാം കൽപ്പന നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. പുറപ്പാട് 20:17 വചനം എടുക്കുമ്പോൾ, അതുപോലെ നിയമാവർത്തനം 5:21 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഇംഗ്ലീഷിൽ ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് കവറ്റസ് ഡിസയേഴ്സ്. ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ഒരു ധനിക കുടുംബം, അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ഇഷ്ടംപോലെ സമ്പത്ത്, അതല്ലാതെ തന്നെ ബിസിനസ് ചെയ്തും അങ്ങനെയെല്ലാം സമ്പാദിച്ച അതിലേറെ സമ്പത്ത്, ആ മനുഷ്യന് എവിടെയെല്ലാം സ്ഥലമുണ്ടെന്ന് പുള്ളിക്ക് തന്നെ അറിയാവോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. അത്രമാത്രം സമ്പത്ത് ശേഖരിച്ച വ്യക്തി. എന്നിട്ടും അത്യാഗ്രഹം മാറാതിരിക്കുന്നത് അത് നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാര്യമാണ്. ഒരു കാര്യം പറഞ്ഞത്, എൻ്റെ പെങ്ങൾക്ക് അവൻ്റെ അമ്മയുടെ അപ്പനായിട്ട് കൊടുത്തിരുന്ന, വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പേരിൽ കൊടുത്തിരുന്ന കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അത് അമ്മ മകളുടെ പേരിൽ കൊടുത്തു. അതേക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ ഈ വ്യക്തിക്കുണ്ടായ അസ്വസ്ഥത, ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് കിട്ടണം, പെങ്ങളുടെ പേരിൽ കൊടുത്ത അതുകൂടെ ഇവന് കിട്ടണം എന്ന് പറഞ്ഞ് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ആ കുടുംബത്തുണ്ടാക്കിയത്. ഇവിടെ ഇതാണ് ഈ അത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇതിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമുക്ക് കണ്ടെത്താം. ഒന്നാമത്തെ കാര്യം, അത്യാഗ്രഹം ഒരു വൈകൃതമാണ്, അബരേഷൻ. അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല അത്യാഗ്രഹം എന്ന് പറയുന്നത്. എനിക്കറിയാം, ചില വ്യക്തികളോട് എപ്പോൾ ചോദിച്ചാലും എങ്ങനെയുണ്ട് സാമ്പത്തികമായിട്ട്, ടൈറ്റാണ് അച്ഛാ. ഇനി എങ്ങാനും അവർക്ക് കുറേ പണം കൈ വന്നിരിക്കുന്നു എന്ന് കേട്ടോണ്ട് അപ്പോൾ പോയി ചോദിച്ച്, അപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റും ടൈറ്റാണ്. പഴയ അത്രയും ടൈറ്റ് അല്ലെങ്കിലും ഇപ്പോഴും ടൈറ്റാണ്. ഇവരെന്നാ ലൂസാകണമെന്ന് അറിയത്തില്ല. കാരണം ഇത് സാമ്പത്തികം വരുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യമല്ല. മനസ്സ് വളർന്നാലേ ഉള്ളത് കൊണ്ട് തൃപ്തരായി ജീവിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ നമുക്കുള്ള ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ച് ചിന്തിച്ച് സംതൃപ്തരായി ജീവിക്കണമെങ്കിൽ മനസ്സ് വളരണം. സാമ്പത്തിക മേഖല മെച്ചപ്പെട്ടാൽ മാത്രം പോരാ. യാക്കോസ്ലിയ 1-ാം അധ്യായം 14-15 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദുർമോഹം ഗർഭം ധരിച്ചാൽ അത് പാപത്തെ പ്രസവിക്കും. ഈ പാപം പൂർണ്ണ വളർച്ചയിലെത്തുമ്പോൾ മരണം സംഭവിക്കും. പറയുണ്ട്, ഈ ഗർഭധാരണം അനുവദിക്കരുത്. ഒരു അബോർഷൻ, അത് നമ്മൾ നടത്തേണ്ടതായ അബോർഷനാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദുർമോഹം ഗർഭം ധരിക്കുന്നത്, അത് പ്രസവിക്കാൻ അനുവദിക്കരുത്. അതിനു മുമ്പ് അബോർട്ട് ചെയ്ത് കളയണമെന്നുള്ളത്. അല്ലെങ്കിൽ പാപത്തിൻ്റെ ഒരു കൂമ്പാരമായിട്ട് നമ്മൾ മാറും. അത് മരണത്തിലേക്ക് നമ്മളെ നയിക്കുന്ന അവസ്ഥയുണ്ടാകാം. 1 തീമോത്തി 6-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ചില വ്യക്തികൾ, ഒത്തിരി സമ്പത്തൊന്നുമില്ല, പക്ഷെ അവർ പറയണത് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, സന്തോഷത്തോടെയാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാ ദിവസവും ഇറച്ചി മീനൊക്കെ മേടിക്കാനുള്ള വകയൊന്നും ഇല്ലെങ്കിലും ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. അവരുടെ മനസ്സ് വളർന്നതുകൊണ്ടും ആധ്യാത്മികത അവർക്കുള്ളത് കൊണ്ടുമാണ് ഇപ്രകാരം അവർക്ക് പറയാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അത്യാഗ്രഹത്തിൻ്റെ ചില ദുഷ്ഫലങ്ങളെക്കുറിച്ച് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിലേതാനും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-16 വചനങ്ങൾ പറയുന്നുണ്ട്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്ത് നമുക്ക് ജീവിക്കാം, ലൗകിക വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ സ്നേഹിക്കരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. യാക്കോബ് 5-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്, ഈ ധനമോഹം, അത്യാഗ്രഹം ഇതെല്ലാം തലയ്ക്ക് പിടിച്ച വ്യക്തികൾ അവർക്ക് വേണ്ടി അധ്വാനിച്ച പണിക്കാർക്ക് മാന്യമായ കൂലി പോലും കൊടുത്തെന്ന് വരില്ല. ആ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. 1 തീമോത്തി 6-ാം അധ്യായം 9-10 വചനങ്ങൾ വായിച്ചാൽ വീണ്ടും അവിടെ നമ്മൾ കാണുന്നുണ്ട്, അത്യാഗ്രഹി, ദുർമോഹമുള്ളവര് നിരവധി കെണിയിൽ അകപ്പെടും. 10-ാമത്തെ വചനം പറയാണ്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. അത്യാഗ്രഹി ശിക്ഷിക്കപ്പെടും എന്നുള്ളത് ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. അതാണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. ജോഷുവ 7:1 മുതൽ വായിച്ചാൽ, അത്യാഗ്രഹിയായിരുന്ന ആഖാൻ, അവൻ മാത്രമല്ല അവൻ്റെ കുടുംബത്തിന് പോലും നാശം വരുന്ന, അവരെല്ലാം മരണത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. 2 സാമുവേൽ 12-ാം അധ്യായം, ഭാര്യമാരുണ്ടായിരുന്ന ദാവീദാണ്. എന്നിട്ടും മറ്റൊരാളുടെ ഭാര്യയിൽ മോഹം തോന്നി അവളെ പ്രാപിച്ച് അവസാനം അത് വ്യഭിചാരത്തിലേക്കും കൊലപാതകത്തിലേക്കും എല്ലാം പോകുന്നതും അതുമൂലം അവൻ്റെ കുടുംബത്തിന് വന്ന നാശത്തെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. 2 സാമുവേൽ 21-ാം അധ്യായം തുടങ്ങി മുമ്പോട്ട് വായിക്കുമ്പോൾ 1 രാജാക്കന്മാർ 21-ാം അധ്യായം അവിടെ നമ്മൾ കാണുന്നു, ആഹാബ് രാജാവും ജസബൽ രാജ്ഞിയും, അവർക്ക് ആവശ്യത്തിലേറെ സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. എന്നിട്ടും നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം പിടിക്കാനുള്ള അത്യാഗ്രഹം അവർക്കുണ്ടായി. രണ്ടുപേരുടെയും അന്ത്യം വളരെ പരിതാപകരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഗഹസ്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇനി അവനും ധനമോഹം, ലൗകിക വസ്തുക്കളോടുള്ള ആകർഷണം, ഇനി അതുമൂലം അവസാനം വന്നത് നാമാനിൽ നിന്നും വിട്ടുപോയ കുഷ്ഠരോഗം,
അവനിലേക്ക് വരുന്നതായിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്യാഗ്രഹം വെടിഞ്ഞാൽ ഉള്ളതുകൊണ്ട് തൃപ്തരായി ജീവിക്കാൻ നമ്മൾ പഠിച്ചാൽ നമുക്ക് പ്രാർത്ഥന എളുപ്പമാകും, ആധ്യാത്മികമായിട്ട് നമുക്ക് വളരാൻ സാധിക്കും. ഈ ഒരു ബോധ്യത്തോടെ ഇനിയുള്ള കാലം ഈ കൽപ്പന പാലിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത്, സമ്പത്ത് ദൈവമാക്കിയിരിക്കുന്ന വ്യക്തികളുണ്ട്, അവർക്കൊരു തിരിച്ചറിവും മാനസാന്തരവും വരുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മനുഷ്യൻ്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് അരുൾ ചെയ്ത ദൈവമേ, അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അധ്വാനം ഫലമണിയേണ്ടതിന് അവിടുത്തെ ആശീർവാദം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കാനും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും വിജയം കാണാനും അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ. പരാജയത്തിന് വഴി തുറക്കുന്ന അഹങ്കാരവും മറ്റു പാപപ്രവൃത്തികളും വെടിഞ്ഞ് ദൈവാശ്രയത്വത്തിലും പരസ്നേഹപ്രവൃത്തികളിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റെന്തിനേക്കാൾ ഉപരിയായി ജീവിത വിജയം ലക്ഷ്യമാക്കാനും അങ്ങയുടെ സഹായത്താൽ അത് കൈവരിക്കാനും ഞങ്ങൾക്ക് കഴിയട്ടെ. ആമേൻ. ഇന്നിൻ്റെ എല്ലാ ആവശ്യങ്ങളും, ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.